എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസും കൂടാതെ അതിന്റെ ഒരു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന. അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കോമൺ ആയിട്ട് ഇപ്പം എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസിൽ എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ കോളേജിൽ ചിലപ്പം ചില ചേഞ്ചസ് ഒക്കെ വരാം. അപ്പൊ നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിനോടും കൂടെ തന്നെ മാഡംസിനോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. മോസ്റ്റ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മോഡൽ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. പിന്നെ നിങ്ങൾ നെർവസ് ആവാനൊന്നും ഇല്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം ഒന്ന് പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രാക്ടിക്കൽ എക്സാം. മാത്രമല്ല ഇനിയുള്ള എല്ലാ സെമ്മിലും നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. സോ ഒരു നമുക്കിപ്പം നമ്മുടെ തിയറി എക്സാം എഴുതുന്ന പോലെ തന്നെ അതിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അതുകൊണ്ട് നെർവസ് ആവുകയൊന്നും വേണ്ട. അപ്പൊ ആദ്യം തന്നെ നമ്മള് നമുക്ക് ഹോസ്പിറ്റലിലും പ്രൊസീജിയർ ചെയ്യാനായിട്ട് കാണും. കൂടെ തന്നെ നമ്മുടെ കോളേജിലെ സ്കിൽ ലാബിലും കാണും. അപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടെ ഒരു പ്രൊസീജിയർ കാണിക്കണം. അതുപോലെ തന്നെ സ്കിൽ ലാബിലും കാണിക്കേണ്ടതായിട്ട് വരും. ഒന്നോ രണ്ടോ പ്രൊസീജിയേഴ്സ്. അതും ഡിപ്പെൻസ് ആണ്, ഓരോ കോളേജിലും വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ 2 പ്രൊസീജിയർ കാണിക്കേണ്ടതായിട്ട് വരും ഹോസ്പിറ്റലിൽ. ചിലപ്പോൾ ഒരെണ്ണം കാണിച്ചാൽ മതിയായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇപ്പം ഞങ്ങളുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ജസ്റ്റ് ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയാം. അപ്പൊ നമ്മൾ രാവിലെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്ന സമയത്ത് ഇന്ന സമയത്ത് വരാനായിട്ട് ഇപ്പൊ കോളേജിൽ നിന്ന് അറിയിക്കും. ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് ഹോസ്പിറ്റലിലാണോ പ്രാക്ടിക്കൽ എക്സാം ഉള്ളത് അവിടെ എത്തിയതിനു ശേഷം ആദ്യം നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പം തിയറി എക്സാമിന് എഴുതുന്ന നമുക്ക് യൂണിവേഴ്സിറ്റി പേപ്പർ തരത്തില്ല. അതുപോലെ തന്നെ നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടും തരുന്നത്. അപ്പൊ തരുന്ന സമയത്ത് നിങ്ങളിപ്പം എഴുതണ്ടേന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന് നിങ്ങളുടെ കോളേജിൽ ചോദിച്ചിട്ട് കൺഫേം ചെയ്യുക. ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെ ഞങ്ങൾ ഉള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി കളക്ഷൻ അത് എഴുതണം. പേഷ്യന്റിനെ നമുക്കൊരു പേഷ്യന്റിനെ മറ്റേ നമ്മൾ കുറിയിട്ട് നമുക്കൊരു പേഷ്യന്റിനെ കിട്ടും. തലേന്ന് പോയിട്ട് സ്കില്ലുകാരോ അല്ലെ മാഡംസോ പോയിട്ട് എടുത്തിട്ടുണ്ടാവും പേഷ്യൻസിനെ. അത് പ്രകാരം നമുക്ക് കുറി ഇട്ടിട്ട് നമ്മൾ ഒരെണ്ണം എടുക്കണം. അപ്പൊ നമുക്ക് ഏത് പേഷ്യന്റിനെ ആണോ കിട്ടുന്നത് ആ ഒരു അസൈൻഡ് ആയിട്ടുള്ള പേഷ്യന്റ് അടുത്ത് പോയിട്ട് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങണം. സോ നമ്മൾ ആദ്യം ആ പേപ്പറിൽ എഴുതേണ്ടത് ഹിസ്റ്ററി കളക്ഷൻ ആണ്. അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു ഹിസ്റ്ററി കളക്ഷൻ എഴുതുക. ഹിസ്റ്ററി കളക്ഷൻ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ എഴുതണം. ഫിസിക്കൽ എക്സാമിനേഷനും എഴുതിയതിനു ശേഷം നിങ്ങൾ അടുത്തതായിട്ട് എഴുതേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇപ്പൊ പേഷ്യന്റ് ബ്ലഡ് റൊട്ടീൻ ചെയ്തിട്ടുണ്ടോ, യൂറിൻ റൊട്ടീൻ ചെയ്തിട്ടുണ്ടോ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിന്റെ ഒക്കെ പേഷ്യന്റ് കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് ചോദിച്ച് മേടിച്ചിട്ട് നമ്മൾ അത് എഴുതുക. ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കേഷൻ ആണ് എഴുതേണ്ടത്. നെയിം, ഡോസ്, റൂട്ട്, ഫ്രീക്വൻസി, ആക്ഷൻ, ഇത്ര എഴുതുക. അപ്പൊ ഇതൊക്കെ ബോക്സ് വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെ എഴുതേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കെയർ പ്ലാൻ ആണ്. സോ കെയർ പ്ലാൻ എഴുതുന്നതിന് മുന്നേ ഐഡന്റിഫൈഡ് പ്രോബ്ലംസ് എഴുതണം. അപ്പൊ നമ്മൾ ആ ഒരു കിട്ടിയ പേഷ്യന്റിന് ഏതൊക്കെ പ്രോബ്ലംസ് ആണോ ഉള്ളത് അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ഐഡന്റിഫൈഡ് പ്രോബ്ലംസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് പ്രോബ്ലംസ് എഴുതുക. അതിനുശേഷം നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുക. അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ പേഷ്യന്റിനുള്ള പ്രോബ്ലംസ് ആണ് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ എത്ര കെയർ പ്ലാൻ വരയ്ക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു എക്സ്റ്റേണൽ ഇൻവിജിലേറ്റർ പറയുന്നതായിരിക്കും എത്ര എണ്ണമാണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പം ഞങ്ങൾക്കൊക്കെ മോസ്റ്റ്ലി 3 എണ്ണം വരച്ചെഴുതാനാണ് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബോക്സ് വരച്ചിട്ട് കെയർ പ്ലാൻ എഴുതത്തില്ല. അതൊരു 3 എണ്ണം എഴുതാനാണ് പറയുന്നത്. ഡിപ്പെൻസ് ഓൺ കോളേജ് ചേഞ്ചസ് വന്നേക്കാം ചിലപ്പോൾ. എനിക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. സോ നിങ്ങൾ ഒരു 5 6 നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതണം. നഴ്സിംഗ് ഡയഗ്നോസിസ് ഫുൾ ആയിട്ട് എഴുതണം. ഇപ്പം എന്താണ് അക്യൂട്ട് പെയിൻ റിലേറ്റഡ് ടു സർജിക്കൽ ഇന്റർവെൻഷൻ ആസ് എവിഡൻസ്ഡ് ബൈ പെയിൻ സ്കെയിൽ റീഡിംഗ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അങ്ങനെ ഒരു 5 6 നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുക. അതിനകത്ത് ആദ്യത്തെ 3 എണ്ണം നിങ്ങൾ കെയർ പ്ലാൻ ആയിട്ട് വരയ്ക്കുക. അപ്പൊ ഇത്രയും ചെയ്യുക നിങ്ങൾ. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെഡിങ് കൊടുത്തിട്ട് റിഗാർഡിംഗ് എക്സസൈസ്, റിഗാർഡിംഗ് മെഡിക്കേഷൻ, റിഗാർഡിംഗ് ഫോളോ അപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നഴ്സസ് റെക്കോർഡ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഡേറ്റ് ആൻഡ് ടൈം, പ്രൊസീജിയർ, സിഗ്നേച്ചർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബോക്സും കൂടെ വരച്ചിട്ട് അപ്പൊ നമ്മൾ അതിൽ ഏതൊക്കെ പ്രൊസീജിയർ എഴുതും? പ്രൊസീജിയർ നമ്മൾ ഇപ്പൊ ഹിസ്റ്ററി കളക്ഷൻ എഴുതാം, ഫിസിക്കൽ എക്സാമിനേഷൻ എഴുതാം. അതുപോലെ ഇപ്പൊ നമ്മൾ ഏത് പ്രൊസീജിയർ ആണോ ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യാമെന്ന് അതും നമുക്ക് എഴുതി വെക്കാം. സിഗ്നേച്ചർ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു 1 ഹവറിനുള്ളിൽ ഇത്ര എഴുതണം. നമുക്കൊക്കെ 1 ഹവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഡിപ്പെൻസ്, ഓരോ ടൈമും വ്യത്യാസമായിരുന്നു. ചിലപ്പോൾ 45 മിനിറ്റ്സേ കിട്ടത്തുള്ളൂ, ചിലപ്പോൾ 1 ഹവർ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത്. നിങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത് ഇത്ര എഴുതി തീർക്കണം. ഇതിനകത്ത് ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെഡിങ് മാത്രം എഴുതി ഇട്ടാൽ മതി എന്നാണ്. പക്ഷെ ചില എക്സാമിന് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 3ഓളം പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ടൈമിലും ഓരോ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം ചിലപ്പം ഫില്ല് ചെയ്യാനായിട്ട് പറയും, ചിലപ്പോൾ ഹെഡിങ് മാത്രം എഴുതാൻ പറയും.
അപ്പം അത് നിങ്ങളുടെ എങ്ങനെയാണോ അത് ചോദിച്ചു വെക്കുക, എന്നിട്ട് ഉറപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഇംപ്ലിമെന്റേഷനും ഇവാലുവേഷനും നമ്മൾ കൊടുക്കുന്ന സമയത്ത്, പേപ്പർ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് എഴുതണ്ട, ആ ഒരു ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാതെ വിടാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടേത് എങ്ങനെയാണെന്നും കൂടെ ചോദിച്ച് കൺഫേം ചെയ്യാം. അപ്പൊ ഇത്ര എഴുതിയിട്ട് വേണം നിങ്ങൾ പേപ്പർ കൊടുക്കാനായിട്ട്. അപ്പൊ പേപ്പർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പ്രൊസീജിയർ ചെയ്യണം. 1 or 2 അത് നിങ്ങളുടെ ഡിപ്പെൻസ് ആണ്. അത് ചോദിച്ച് കൺഫേം ചെയ്യുക. അപ്പൊ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പേഷ്യന്റിന് ഏത് പ്രൊസീജിയർ ആണോ നമുക്ക് പെർഫോം ചെയ്യാനുള്ളത് അതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പം നെബുലൈസേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ നെബുലൈസേഷൻ ഒരു പ്രൊസീജിയർ ആണ്. NG ട്യൂബ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ NG ട്യൂബ് ഫീഡിങ്. പിന്നെ ഐ തിങ്ക് സെക്കൻഡ് സെമ്മിൽ ഇഞ്ചക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ്, ഇപ്പൊ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ കൊടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇൻസുലിൻ, അത് ഡിപ്പെൻസ് നിങ്ങൾക്ക് ഏതാണോ അത്. ഇനി ഒരു പ്രൊസീജിയറും ഇല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഗുളിക കൊടുക്കില്ലേ, അത് സാധാ ഇപ്പൊ പറയുന്ന പോലെ അല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രൊസീജിയർ വൈസ് അത് ചെയ്യണം, ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. സോ അതൊക്കെ ചെയ്യാം. ഞാൻ സെക്കൻഡ് സെമ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറൽ മെഡിക്കേഷൻ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പം ഓരോ സെമ്മിലും നമുക്ക് ഓരോന്ന് വരും. ഇപ്പൊ പുതിയ തേർഡ് സെം ഒക്കെ ആകുമ്പോൾ നമുക്ക് റെസ്പിറേറ്ററി അസസ്മെന്റ്, കാർഡിയോവാസ്കുലർ അസസ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ ഐ തിങ്ക് അതൊന്നും കാണില്ല. അപ്പൊ നിങ്ങളുടെ കോളേജിൽ ചോദിച്ചിട്ട് ആ ഒരു കാര്യം ഇതാക്കുക. അപ്പൊ നമ്മൾ അതിനുള്ളിൽ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് പ്രൊസീജിയർ ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ വൈറ്റൽ സയൻസ് ഒക്കെ സെക്കൻഡ് സെമ്മിൽ ഒരു പ്രൊസീജിയർ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നത്. സോ അത് ഒന്ന് ഉറപ്പിച്ച് വെച്ചേക്കുക. അപ്പൊ ആ ഒരു എക്സ്റ്റേണൽ മാഡം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു എഴുതിയ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷന്റെ ഇംപ്രഷൻ ഇതെല്ലാം ആ മാമിനോട് പറയണം. ഇതുപോലെ ദിസ് ഈസ് മൈ പേഷ്യന്റ്, ഹി കംസ് ടു, അങ്ങനത്തെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുക. അപ്പൊ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണം. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ജസ്റ്റ് പേഷ്യന്റിന് എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ട് ആ ഒരു ഇംപ്രഷൻ മാത്രം പറഞ്ഞാൽ മതി. അപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ എക്സ്റ്റേണൽ എക്സ്റ്റേണലും ഇന്റേണലും കാണും. വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പ്രൊസീജിയർ അവർക്ക് പ്രൊസീജിയർ വൈസ് തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രാക്ടിക്കലിന്റെ സമയത്ത് പേഷ്യന്റിനോട് നല്ല രീതിയിൽ സംസാരിച്ച് തന്നെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം പോലല്ല, ശരിക്കും ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് നമുക്ക് ഈ പേപ്പർ തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ബാക്കി ഫില്ല് ചെയ്യാനുള്ള, ഇപ്പൊ കെയർ പ്ലാനിലാണെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. കൂടാതെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡ് ഇപ്പൊ എന്തെങ്കിലും എഴുതാൻ സ്ഥലം വിട്ടിട്ടുണ്ട്, എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. അങ്ങനത്തെ ബാക്കി ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന സമയത്ത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കോളേജിലോട്ടാണ് പോകുന്നത്. കോളേജിൽ പോയതിന് ശേഷം അവിടെ നമ്മൾ പ്രൊസീജിയർ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾക്കൊക്കെയാണ് സ്കിൽ ലാബിലാണ്. അപ്പൊ സ്കിൽ ലാബിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഇന്റർപ്രിട്ടേഷൻ കാണും, പിന്നെ വൈവ കാണും, പിന്നെ അവിടെയും പ്രൊസീജിയേഴ്സ് കാണും. അപ്പം നമ്മളിപ്പം നമ്മുടെ ഫയലും ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ടായിരിക്കും കയറുന്നത്. നമ്മുടെ ലോഗ് ബുക്ക്, ഫയല്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോളേജിൽ നിന്ന് എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ എടുക്കണം. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം തലേന്ന് പോകുന്നതിന് മുന്നേ തന്നെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഫ്ലാഷ് കാർഡും കൂടെ തന്നെ ചാർട്ടും ഞങ്ങൾ വരച്ചുകൊണ്ട് പോകും. അപ്പൊ ഞങ്ങളുടെ പേഷ്യന്റെ കണ്ടീഷൻ എന്താണോ അത് പ്രകാരം നമ്മൾ ആ പേഷ്യന്റെ ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കണം. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് അതുണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് അതൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പം അതും കൂടെ കൊടുക്കണം. അപ്പൊ അതും എല്ലാം ആയിട്ട് വേണം നമ്മൾ ഈ സ്കിൽ ലാബിനുള്ളിൽ കോളേജിൽ ചെല്ലുമ്പോൾ പോവാനായിട്ട്. അപ്പൊ ഇതെല്ലാം ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം ഡിപ്പെൻസ്, ഓരോരുത്തർ വിളിക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ഒരാൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യായിരിക്കും, മറ്റേ ആൾ ചിലപ്പോൾ വൈവ അറ്റൻഡ് ചെയ്യായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് സ്കിൽ ലാബിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് വൈവ ഇപ്പം ഇന്റേണൽ എക്സാമിനറിന്റെ വൈവയും കാണും, എക്സ്റ്റേണൽ എക്സാമിനറിന്റെ വൈവയും കാണും. വൈവ എന്ന് പറയുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ഉത്തരങ്ങൾ പറയുക, അതാണ് വൈവ എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ ഫയലും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യും. ലോഗ് ബുക്കിൽ നമുക്ക് സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ എല്ലാം ജസ്റ്റ് ചുരുക്കിയാട്ടോ പറയണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം. പിന്നെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ഒരു ആൻസർ ഷീറ്റ് നമുക്ക് തരും. അപ്പൊ അതിന്റെ ബാക്കിൽ നിങ്ങൾ കുറച്ച് ഇന്റർപ്രിട്ടേഷൻ എഴുതാൻ സ്ഥലം വിട്ടേക്കണം. കംപ്ലീറ്റ് തീർക്കല്ല്. എനിക്ക് അതാണ് നിങ്ങളോട് അടുത്ത് പറയാനുള്ള ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളോളം ആ ഒരു പേപ്പറിൽ എഴുതാനുണ്ട്. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ആദ്യം മുതലേ എഴുതി തുടങ്ങാനായിട്ട്. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഒരു 3 എക്സാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഇപ്പൊ okay ആണ്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ അറിയാം. പക്ഷെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ പ്രത്യേകിച്ച് എന്റെയൊക്കെ കുറച്ച് വലിയ അക്ഷരം ഉള്ളതാണ്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിങ്ങളും ആ ഒരു കാര്യം മാനേജ് ചെയ്തിട്ട് എനിക്കിതിൽ സ്ഥലം തികയോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം എഴുതാൻ. ഞങ്ങളൊക്കെ മടക്കിയാണ് എഴുതുന്നത് ഹിസ്റ്ററി കളക്ഷൻ വരെ. ഞാൻ അങ്ങനെ എഴുതുന്നത്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലല്ല,
അപ്പൊ ഇതുപോലെ സ്കിൽ ലാബിൽ ചെല്ലുന്ന സമയത്ത് വൈവ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ, എന്നാലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് ഇപ്പം കൂടുതലായിട്ടും നഴ്സിംഗ് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്റർപ്രിട്ടേഷനിൽ വെക്കാറുള്ളത്. ഞങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലേ, അപ്പൊ അതിന്റെ ഒരു വേസ്റ്റ് ബിന്റെ വെക്കും. അപ്പൊ കളർ വെച്ചിട്ട് അത് എന്താണ് കളർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ യൂസ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് സെക്കൻഡ് സെമ്മിലൊന്നും ശരിക്കും ഓർമ്മയില്ല കേട്ടോ, ഞാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാലോ, നമ്മൾ അവിടെ മോഡൽ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊക്കെ ആയിരിക്കാം. നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റിയ തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊസീജിയർ ആണ്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊസീജിയർ സ്കിൽ ലാബിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു ടൈമിൽ അത് അറിയാൻ പറ്റൂ. അപ്പൊ അതിനുള്ളിൽ കയറുമ്പം നിങ്ങൾ ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചെയ്യുക. പ്രൊസീജിയർ വൈസ് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ട് പോകണം. അന്നമ്മ ജേക്കബിന്റെ ഒരു പ്രൊസീജിയർ ബുക്ക് ഉണ്ട്, അതുപോലെ വേറെ ഓതേഴ്സിന്റെ ഉണ്ട്. എനിക്ക് വേറെ ഓതേഴ്സിന്റെ പേര് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൊസീജിയർ പഠിച്ചിട്ട് പോവുക. അപ്പം ഐ തിങ്ക് സെക്കൻഡ് സെമ്മിൽ ഇപ്പം എന്ത് പ്രൊസീജിയർ വേണമെങ്കിലും സ്കിൽ ലാബിൽ സെറ്റ് ചെയ്യാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി, എനിക്കറിയില്ല നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ വെക്കാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നെബുലൈസേഷൻ, കൂടാതെ തന്നെ NG ട്യൂബ് ഫീഡിങ്, CPR, പിന്നെ ബാക്ക് കെയർ, ഇതൊക്കെ പ്രൊസീജിയർ ആയിട്ട് വരാറുണ്ട്. ഐ തിങ്ക് ഞങ്ങൾക്ക് എന്തോ ബാക്ക് കെയർ ആയിരുന്നു തോന്നുന്നു സെക്കൻഡ് സെമ്മിൽ. മറ്റേ നമ്മുടെ പെട്രിസേജ്, നീഡിങ്, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു. ടാപ്പോട്ട്മെന്റ്. അപ്പൊ അത് പ്രൊസീജിയർ വൈസ് തന്നെ ചെയ്യണം, വെറുതെ പോയിട്ട് ചെയ്യാന്നുള്ളൊരു ഓർമ്മയിൽ പോവല്. സോ ഇതെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകും. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ സ്കിൽ ലാബിൽ ഉള്ളത്. അപ്പൊ ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, സീരിയസ്ലി ഇതിപ്പം ഞാൻ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ കോളേജിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തോന്നാം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ടിട്ട് കറക്റ്റ് അതുപോലെ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകരുത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ കോളേജിൽ ഇപ്പൊ മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് പ്രകാരമായിരിക്കും. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ട് പോയാലും വലിയ കാര്യമൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ബ്ലഡ് കളക്ഷൻ പ്രൊസീജിയർ ആയിട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. തേർഡ് സെം തൊട്ട് എന്തായാലും ഇഞ്ചക്ഷൻസ് എല്ലാം ഉണ്ട്, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലാർ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. സെക്കൻഡ് സെമ്മിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് പ്രൊസീജിയർ വൈസ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സീനൊന്നുമില്ല, ടെൻഷൻ അടിക്കാനും മാത്രം ഒന്നുമില്ല. നമുക്ക് തന്നെ ഒരു ഐഡിയ കാണുമല്ലോ ഇതൊക്കെ തന്നെ വരുത്തോളം എന്നുള്ളത്. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ പോവുക. വൈവയ്ക്കാണെങ്കിലും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കാതെ മാക്സിമം കൂൾ ആയിട്ട് എക്സാമിന് പോവുക. യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വേണം പോവാനായിട്ട്. ID കാർഡ് ഒക്കെ ഇട്ട് കോട്ടൊക്കെ അയൺ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഷൂ സോക്സ് ഒക്കെ ഇട്ടിട്ട് തന്നെ പോവുക. അപ്പം മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.